നോക്കൂ ലക്ഷ്മി, ഗവർണറിന് പരാതിയുടെ ആവശ്യമൊന്നുമില്ല. കാര്യം കൃത്യമായ ഭരണഘടനാ ലംഘനം ഇതിൽ പ്രത്യക്ഷത്തിൽ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തി എന്നതിന് പുറത്ത് ഏത് ഏത് അന്ധനും ബധിരനും മൂകനും മനസ്സിലാകത്തക്ക വണ്ണത്തിൽ അതിന്റെ വിഷ്വൽസ് നമ്മുടെ എല്ലാം കയ്യിലുണ്ട്. ദൂരദർശനിലും കാണും, മറ്റു മാധ്യമങ്ങളിലുമുണ്ട്. അപ്പോ പ്രിയപ്പെട്ട ഗവർണറിന് ഈ വിഷയത്തിൽ ഒരു ന്യൂട്രൽ നിലപാടാണ് ഉള്ളതെങ്കിൽ, സർക്കാരുമായി ചേർന്ന് പോകുന്ന നിലപാടല്ല ഉള്ളതെങ്കിൽ നടപടി എടുക്കേണ്ട സമയം ഇതിനോടകം കഴിഞ്ഞു. ഇനി പരാതി കിട്ടിയേ എടുക്കൂ എന്നാണെങ്കിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പരാതി നൽകാൻ തയ്യാറാണ്. അദ്ദേഹം അതിന്മേൽ നടപടി സ്വീകരിക്കട്ടെ. രണ്ട്, സജി ചെറിയാൻ, ഇതിൽ BJPയുടെ ഒരു ഒത്തുകളി ഞാൻ ആരോപിക്കുകയാണ്. കാര്യം സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകുമ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് അല്ല കിട്ടിയിരുന്നത്. ഇവിടെ കൃത്യമായി അത് വളരെ കൃത്യമായി അഡ്വക്കേറ്റ് അനിൽ പറഞ്ഞു കഴിഞ്ഞു. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ അദ്ദേഹം നടത്തിയത് വലിയ ഭരണഘടനാ വിമർശനമല്ല, ഭരണഘടനാ അവഹേളനമാണ് എന്ന് കൃത്യമായി ജനത്തിനടക്കം മനസ്സിലാവുന്ന അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായതിന്റെ പുറത്താണ് പിന്നീടുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFന് വലിയ തിരിച്ചടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ നോക്കൂ, രണ്ടാമത് വീണ്ടും ഇദ്ദേഹത്തെ തന്നെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് ഗവർണറെ സമീപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ആരിഫ് മുഹമ്മദ് ഖാന്, കോഴിക്കോട്ടെ അലുവയിൽ കുറച്ച് മധുരം കുറഞ്ഞു പോയാൽ പോലും പ്രശ്നമാകുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ഇതൊരു വിഷയമാവാതിരുന്നത്? അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല, നിങ്ങൾ മേൽക്കോടതിയുടെ വിധി വരട്ടെ, ഇതാ ഒരു റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഉണ്ടല്ലോ, അത് പരിഗണിക്കപ്പെടട്ടെ, അതുമായി ബന്ധപ്പെട്ട് വിധി വരുന്നിടം വരെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അങ്ങ് കാത്തു നിൽക്കണം എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് മന്ത്രിസ്ഥാനത്തേക്ക് സജി ചെറിയാനെ നിർദ്ദേശിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും നിയമോപദേശം തേടുന്ന ഗവർണർ എന്തുകൊണ്ട് അന്ന് വക്കീലന്മാരൊന്നും കിട്ടിയില്ലേ ഗവർണറിന്? തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലുള്ള ഒരു അഡ്വക്കേറ്റ്സിനെ വന്ന് കിട്ടിയില്ല, എല്ലാവരും തിരക്കിലായിരുന്നോ? അപ്പൊ അന്ന് നിയമോപദേശം ഗവർണർ ഉന്നയിച്ചില്ല എന്ന് മാത്രമല്ല, സാധാരണ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഇതാ സർക്കാരുമായി ഞാൻ ഗോഗ്വ വിളി നടത്തുകയാണ്, വലിയ മല്ലയുദ്ധം നടത്തുകയാണ് എന്ന് ഭാവിക്കുന്ന ഗവർണർ ഈ രണ്ടാം ടേണിലേക്ക് സജി ചെറിയാനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഗവർണർ ഈ വിഷയം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും പറഞ്ഞില്ല. ഇനി അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി സജസ്റ്റ് ചെയ്യുന്ന ഒരാളെ തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ അകത്ത് ഗവർണർ ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നിരിക്കട്ടെ, നിയമപരമായ തടസ്സങ്ങൾ അതിൻ്റെ അകത്ത് പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഉണ്ട് എന്നിരിക്കട്ടെ, ഇല്ല, കാര്യം ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്ന ഒരാളെ ഉൾപ്പെടുത്തത്തില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഉണ്ട് എന്നിരിക്കട്ടെ, എങ്കിൽ എന്തുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നമുക്കറിയാമല്ലോ, ബാക്കി ഗവർണർമാരെ പോലെ, ബംഗാൾ ഗവർണറെയോ തമിഴ്നാട് ഗവർണറെയോ ഒന്നും പോലെ നിയമ നടപടികൾ മാത്രമായി നിൽക്കുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനെ പോലെ, ഒരുപക്ഷെ BJPയുടെ ഒരു സ്പോക്ക് പേഴ്സണെ പോലെ മാധ്യമങ്ങളോട് സംവദിക്കുകയും സർക്കാർ വിമർശനങ്ങൾ നടത്തുന്നു എന്ന് ഭാവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് ഗവർണർ അപ്പാടെ മിണ്ടാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ തവണ ഇതാ പരാതി കിട്ടിയാൽ ഞാൻ അങ്ങ് ചെവിക്ക് പിടിച്ച് പൂച്ചയെ വെളിയിൽ കളയുന്ന പോലെ, ലക്ഷ്മി ഒരു 10 സെക്കൻഡ്, പൂച്ചയെ കളയുന്നത് പോലെ വെളിയിലെടുത്ത് കളയും എന്ന പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.